Hello guys, this is Rahul and welcome to my channel RAS Concept. കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെ മീഡിയ എലമെൻറ്റ്സ് പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇന്ന് മുതൽ നമ്മളതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ആനിമേഷൻ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ഇറ്റ്. ഈ സെയിം ഫയൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആ സെയിം ഫയലാണ് ഞാനിപ്പോൾ ആനിമേഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ അതിൽ പറഞ്ഞ പോലെ ഞാൻ ഈ എലമെൻറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ലെയേഴ്സായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാൻ, കാറിൻ്റെ ബോഡി, ടയർ ഇതെല്ലാം സെപ്പറേറ്റ് ലെയറാണ്, സൺ, ട്രീസ് എക്സെട്ര. ബാക്കിയുള്ള എലമെൻറ്റ്സ് എല്ലാം സ്റ്റാറ്റിക് ആണ്, അതിന് ആനിമേഷൻ വേണ്ട ആവശ്യമില്ല. സോ അതെല്ലാം ഞാനൊരു ലെയറിൽ BG എന്ന് പറഞ്ഞ ലെയറിൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ആനിമേറ്റിംഗ്. ഞാൻ ഫയൽ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. എങ്ങനെ ഒരു ഫയൽ ആഫ്റ്റർ എഫക്ട്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. യു ക്യാൻ ചെക്ക് ദാറ്റ്. ഞാൻ 10 സെക്കൻഡ്സ് ഡ്യൂറേഷനുള്ള കോമ്പസിഷനാണ് ഇതിനു വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. കോമ്പസിഷൻ സെറ്റിംഗ്സ് കാണണമെങ്കിൽ പ്ലസ് Ctrl+K ആൻഡ് യു ക്യാൻ സീ ദിസ്. കോമ്പസിഷൻ നെയിം ആൻഡ് വിഡ്ത്ത് ഹൈറ്റ് 1920 1080, ഫുൾ HD റെസൊല്യൂഷനാണ് ആൻഡ് ഫ്രെയിം റേറ്റ് 25, ഡ്യൂറേഷൻ 10 സെക്കൻഡ്സ്. ബാക്ക്ഗ്രൗണ്ട് കളർ, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഈ കോമ്പസിഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. നമ്മളിപ്പോൾ ഈ ഒരു ആനിമേഷൻ ഔട്ട് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുക ബൈ പ്രസ്സിങ് Ctrl+Y. ഇതിന് നമുക്കൊരു നെയിം കൊടുക്കാം BG. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് കൊടുക്കാം. പ്രസ് OK. ഈ ലെയർ നമുക്ക് താഴേക്ക് കൊടുക്കാം ബൈ പ്രസ്സിങ് Ctrl+Shift ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു ലെയർ ലോക്ക് ചെയ്യാം, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ BG എന്ന് പറയുന്ന ലെയറും ലോക്ക് ചെയ്യാം. ഈ BG എന്ന് പറയുന്നത് ഞാൻ AIയിൽ സെറ്റ് ചെയ്ത് വെച്ച ആനിമേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത എലമെൻറ്റ്സ് ആണ്. അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ലെയറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇതും നമുക്ക് ലോക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഈ ഒരു കാർ ആനിമേറ്റ് ചെയ്യാം. ഈ കാർ സെലക്ട് ചെയ്ത് ഇത് മൂവ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ ബോഡി മാത്രമേ മൂവ് ആവുന്നുള്ളൂ, ടയർ അതിൻ്റെ കൂടെ വരുന്നില്ല. അതിന് ഈ 2 ടയറും സെലക്ട് ചെയ്ത് നമുക്ക് പാരൻ്റ് ചെയ്ത് കൊടുക്കാം കാറിലേക്ക്. സോ നമ്മൾ ഈ കാർ മൂവ് ചെയ്യുമ്പോൾ ആ ടയറും അതിൻ്റെ കൂടെ മൂവ് ആവും. ഓക്കെ, ഇനി ഈ കാറിനൊരു പൊസിഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. പ്രസ് P. ഇനി ഇവിടെ ഈ ഒരു ടൈമർ ക്ലിക്ക് ചെയ്യാം. അവിടെ കീ ഫ്രെയിം സെറ്റ് ചെയ്തു ആൻഡ് 4 സെക്കൻഡിൽ നമുക്കിവിടെ വേറൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്യാം, അപ്പോൾ അവിടെ വേറൊരു കീ ഫ്രെയിം സെറ്റാവും. നമ്മൾ ഈ സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൽ കാർ നമുക്ക് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് ഇവിടെ വെക്കാം. ഓക്കെ, സോ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കാറ് മൂവ് ചെയ്യുന്നത് കാണാം. ഓക്കെ, ബട്ട് ഇതിൻ്റെ ടയർ മൂവ് ആവുന്നില്ല. അത് നമുക്ക് ടയറിനൊരു ആനിമേഷൻ കൊടുക്കാം. ടയർ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ റൊട്ടേഷൻ കീ ഫ്രെയിം കൊടുക്കാം. അതിന് പ്രസ് R ആൻഡ് ഇവിടെ ഒരു റൊട്ടേഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് വേറൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഈ ഒരു ടൈം നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാറിൻ്റെ ടയർ റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. ഓക്കെ, നമുക്ക് ഇവിടെ 1 കൊടുക്കാം. സോ ഇവിടെ കാറിൻ്റെ ടയർ മൂവ് ആവുന്നത് നമുക്ക് കാണാം. എന്നിട്ട് ഈ ഒരു കീ ഫ്രെയിം നമുക്ക് ഈ പൊസിഷൻ്റെ സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൻ്റെ ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഒരു കീ ഫ്രെയിം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് Ctrl+C ഫോർ കോപ്പി ആൻഡ് നമുക്ക് അടുത്ത ടയർ സെലക്ട് ചെയ്ത് നമുക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മൾ എവിടെയാണ് ടൈമർ വെക്കുന്നത് അവിടെയാണ് കീ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രസ് Ctrl+V. നമ്മളിവിടെ U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്ത കീ ഫ്രെയിം, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച കീ ഫ്രെയിം അത് ഷോ ആവും. പ്രസ് U. നമുക്ക് ഇവിടെ വെച്ചാണ് റൊട്ടേഷൻ കീ ഫ്രെയിം സ്റ്റാർട്ട് ആവുന്നത്.
സോ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ആൻഡ് നമ്മൾ ഇവിടെ വെച്ചിട്ട് കൺട്രോൾ V പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ റൊട്ടേഷൻ കീ ഫ്രെയിം സെറ്റ് ആവും. ഓക്കെ, നമുക്കിവിടെ ഒരു ആനിമേഷൻ കിട്ടി. നമുക്കിവിടെ ടയറിന് ആനിമേഷൻ കിട്ടി. ഓക്കെ, ഇനി കോമ്പോസിഷൻ ഫിറ്റ് ആവണമെങ്കിൽ പ്രസ് ഷിഫ്റ്റ്/. ഓക്കെ, നമ്മളിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ബട്ട് നമുക്ക് കുറച്ചുകൂടെ സ്പീഡിൽ മൂവ് ആവണം. അതിന് ഇത് രണ്ടും സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിനും ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ആനിമേഷൻ കിട്ടി. നമ്മളിപ്പോൾ ഈ ഒരു കാർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ടൈമിൽ ഇവിടെ സഡനായിട്ടാണ് സ്റ്റോപ്പ് ആവുന്നത്. അപ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് സ്റ്റോപ്പ് ആവാൻ നമ്മളിവിടെ എല്ലാ കീ ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് പ്രസ് F9. ECS നമുക്കിവിടെ യൂസ് ചെയ്യാം. സോ ഒരു സ്മൂത്ത് ആനിമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. സ്ലോ ആയിട്ട് അവിടെ കാർ സ്റ്റോപ്പായി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ 2 വിൻമില്ല് ആനിമേറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ടൈം റൂളർ ഇവിടെ സെറ്റ് ചെയ്യാം. എന്നിട്ട് വിൻമിൽ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വിൻമിൽ ആൻഡ് ഫാൻ സെപ്പറേറ്റ് ലെയർ ആയിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫാൻ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ മതി. ബട്ട് നമ്മളിവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണ്ടോ, നമുക്കിവിടെ കറക്റ്റ് റൊട്ടേഷൻ നമുക്കിവിടെ കിട്ടുന്നില്ല. സോ അതിൻ്റെ കാരണം ഈ ഫാനിൻ്റെ അതായത് ഈ ഒരു ലെയറിൻ്റെ ആങ്കർ പോയിന്റ് ഇവിടെയുള്ളത് സെൻറ്ററിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. അവിടെ വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ റൊട്ടേറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ആങ്കർ പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാനിത് സൂം ചെയ്യാം. ആൻഡ് സോ ഈ ഒരു ആങ്കർ പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ പ്രസ് ദിസ് ബട്ടൺ ഓർ ജസ്റ്റ് പ്രസ് Y and move this anchor point here and move this anchor point here. ഇത് സെൻട്രലാക്കി വെക്കാം. ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ കറക്റ്റ് സെൻറ്ററിൽ കിട്ടിയത്. ഇനി നമ്മളിത് ആനിമേറ്റ് ചെയ്താൽ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് ആനിമേറ്റ് ആവും. ഓക്കെ, നമ്മളിവിടെ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. റൊട്ടേഷൻ ലാസ്റ്റ് ടൈം ലൈനിൽ നമുക്ക് വേറൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ 2 സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് പ്ലേ ചെയ്യാം. കുറച്ചുകൂടെ ഒരു സ്പീഡ് കൊടുക്കാം, ഒരു 4. ഓക്കെ, പെർഫെക്റ്റ്. സെയിം കീ ഫ്രെയിം നമുക്ക് കോപ്പി ചെയ്യാം. പ്രസ് ഹിയർ. ഇവിടെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 കീ ഫ്രെയിമും സെലക്ട് ആവും. പ്രസ് കൺട്രോൾ C ഫോർ കോപ്പി. ആൻഡ് അടുത്ത ഫാനെ സെലക്ട് ചെയ്യാം. അതിൻ്റെ ആങ്കർ പോയിന്റ് നമുക്ക് കറക്റ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ, ടൈം റൂളർ ഇവിടെ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ V അടിക്കാം ഫോർ പേസ്റ്റ്. U പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീ ഫ്രെയിം സെറ്റ് ആയിട്ടുണ്ടാവും. ആൻഡ് പ്ലേ ദിസ്. ഓക്കെ, അതൊക്കെ നമുക്ക് ഈ 2 കീ ഫ്രെയിമും സെലക്ട് ചെയ്യാം. then press F9 for ECS. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൺ ആനിമേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ടൈം റൂളർ വെക്കാം. എന്നിട്ട് സൺ ജസ്റ്റ് ഒരു സ്കെയിൽ ആനിമേഷൻ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു റൊട്ടേഷൻ ആനിമേഷൻ കൊടുക്കാം. സോ press S for scale and hold shift and then press R. അപ്പോൾ നമുക്ക് സ്കെയിലിൻ്റെ താഴെ തന്നെ റൊട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസും എനേബിൾ ആവും. നമുക്കിതിന് രണ്ടിനും ഒരു കീ ഫ്രെയിം കൊടുക്കാം.
ആൻഡ് ഒരു കീ ഫ്രെയിം ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് 2 സെക്കൻഡിൽ നമുക്ക് ഇത് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഒരു 115 സെറ്റ് ചെയ്യാം. പ്രസ് എൻ്റർ. നോ 1 സെക്കൻഡിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് 2 സെക്കൻഡിൽ ബാക്ക് ടു 100. ഈ കീ ഫ്രെയിം തന്നെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ പേസ്റ്റായി. ഓക്കെ, ഇനി ഓരോ സെക്കൻഡിലും നമുക്ക് കീ ഫ്രെയിം ഇവിടെ 100 ആണ് ലാസ്റ്റ് കീ ഫ്രെയിം ഞാൻ അവിടെ കൊടുത്തത്. 115 ഈ ഒരു കീ ഫ്രെയിം നമ്മൾ പേസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് 4th സെക്കൻഡിൽ നമുക്ക് ഈ കീ ഫ്രെയിം പേസ്റ്റ് ചെയ്യാം. 5 സെക്കൻഡ്. 6. ഓക്കെ, നമുക്കിതെല്ലാം സെലക്ട് ചെയ്തിട്ട് പ്രസ് F9 for ECs. ഓക്കെ, അവിടെ ഒരു ആനിമേഷൻ കിട്ടി. ഇനി റൊട്ടേഷന് നമുക്ക് ലാസ്റ്റ് കീ ഫ്രെയിമിൽ ഓർ 10 സെക്കൻഡ്സിൽ നമുക്കൊരു റൊട്ടേഷൻ 3 കൊടുക്കാം. നമുക്ക് പ്ലേ ചെയ്യാം. അത് ഫാസ്റ്റാണ്. നമുക്കൊരു 1 കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ കീ ഫ്രെയിം ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ കീ ഫ്രെയിംസ് ഇങ്ങനെ കൊടുക്കാതെ, അതായത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഫുൾ ടൈം ലൈനിൽ നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റാർട്ടിങ് കീ ഫ്രെയിമിൽ 100 സ്റ്റാർട്ട് ചെയ്തു, 1 സെക്കൻഡിൽ 115 ആൻഡ് ലാസ്റ്റ് 3rd സെക്കൻഡിൽ ബാക്ക് ടു 100. പിന്നെ അത് തന്നെയാണ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ കീ ഫ്രെയിം മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിവിടെ ഒരു ഇക്വേഷൻ കൊടുക്കാം. അതാകുമ്പോൾ ലൂപ്പ് ചെയ്ത് വന്നോളൂ. ലൂപ്പ് ചെയ്ത് ഇവിടെ കീ ഫ്രെയിം ഒന്നുമില്ലാതെ ഈ ഒരു ഫുൾ ടൈം ലൈനിൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൂപ്പിംഗ് അവിടെ നടന്നോളും. സോ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ സ്റ്റാർട്ടിങ് ആനിമേഷനിൽ ഞാൻ ഇത് മാത്രം വെച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഈ ഒരു ട്രീ ആനിമേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിതിന് യൂസ് ചെയ്യുന്നത് പപ്പറ്റ് പെൻ ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ്. സോ അത് വെച്ച് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൈം റൂളർ സ്റ്റാർട്ടിങ്ങിൽ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ ബേസിൽ ഇവിടെ ഒരു പിന്ന് സെറ്റ് ചെയ്യുക, മിഡിലൊരു പിന്ന് സെറ്റ് ചെയ്യുക, ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് വേറൊരു പിന്ന് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്ത് യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പിന്നെല്ലാം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, നമ്മളിപ്പോൾ ആനിമേറ്റ് ചെയ്യുന്നത് ഈ ടോപ്പിലുള്ളൊരു പിന്നാണ്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഈ പപ്പറ്റ് പിൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആവും. ഈ ഒരു 1 സെക്കൻഡിൽ നമുക്ക് ഈ പിന്ന് ഇവിടേക്ക് ആനിമേറ്റ് ചെയ്യാം. ചെറുതായിട്ട് ജസ്റ്റ് ഇവിടെ ചെറുതായിട്ടൊരു ആനിമേഷൻ. ഓക്കെ, then 2 സെക്കൻഡ്സിൽ ബാക്ക് ടു നോർമൽ, കോപ്പി പേസ്റ്റ് ദ ഫസ്റ്റ് കീ ഫ്രെയിം. 3 സെക്കൻഡിൽ ഈ ഒരു കീ ഫ്രെയിം, അതായത് ഈ ഒരു കീ ഫ്രെയിം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ മിഡിലുള്ള കീ ഫ്രെയിം ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു പിന്നാണ്. അത് 4 സെക്കൻഡിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാം. 5 സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു ടൈം റൂളർ ജസ്റ്റ് കീബോർഡ് ഷോർട്ട് കട്ടിലൂടെ നമുക്ക് മൂവ് ചെയ്യാം. പ്രസ് ആൻഡ് ഹോൾഡ് കൺട്രോൾ ആൻഡ് ദെൻ പ്രസ് റൈറ്റ് ആരോ. റൈറ്റ് ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൂളർ
ഈ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാം, ആൻഡ് ലെഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് മൂവ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു ടൈം റൂളർ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈം നിങ്ങൾക്ക് മൂവ് ചെയ്യുന്ന കാണാം. ഓക്കെ, നമ്മൾ ഈ 5 സെക്കൻഡ്സിൽ വെച്ചിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇനി 6 സെക്കൻഡ്സിൽ ഈ ഒരു കീ ഫ്രെയിം ഇവിടെ പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനൊരു ആനിമേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, സ്മോൾ ആനിമേഷൻ. നമ്മളിതെല്ലാം ജസ്റ്റ് സെലക്ട് ചെയ്ത് press F9 for easiest. ഓക്കെ, അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടി. നെക്സ്റ്റ് ട്രീ. ഈ ഒരു ട്രീ നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ലെയർ, ഇവിടെ നിങ്ങൾക്ക് ഈ പപ്പറ്റ് ടൂൾ വെച്ചിട്ട് ഇവിടെ 3 പിന്ന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഹിയർ, ഹിയർ ആൻഡ് ഹിയർ. ഓക്കെ, പ്രസ് ദിസ് ലെയർ ആൻഡ് പ്രസ് U. 3 പിന്ന് നിങ്ങൾക്ക് സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഈ 1 സെക്കൻഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പിന്ന് നിങ്ങൾക്ക് ആനിമേറ്റ് ചെയ്യാം, ചെറിയൊരു ആനിമേഷൻ. ഓക്കെ, 2 സെക്കൻഡിൽ കോപ്പി ദിസ് കീ ഫ്രെയിം. 3, no, this one, 4, 5, 6, and easy is them by pressing control. No, by pressing F9. നിങ്ങൾക്കത് ആനിമേറ്റ് ചെയ്യാം. ഞാനിവിടെ ഫുൾ റെസൊല്യൂഷൻ മാറ്റി ഒരു 3rd വെക്കാം. നിങ്ങളിപ്പോൾ വലിയൊരു ആനിമേഷൻ ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സ്പ്ലെയിനർ വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അതിലൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ലോഗോ ആനിമേഷൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ക്വാർട്ടറിലിട്ടിട്ട് നിങ്ങൾക്ക് അത് റൺ ചെയ്യാം. ആ ക്വാർട്ടറിലിട്ടിട്ട് നിങ്ങൾ ഔട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫുൾ HD നിങ്ങൾക്ക് കിട്ടും. ഇത് റൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ഒരു ക്വാർട്ടർ റെസൊല്യൂഷനിലിടുന്നത്. സോ അതാകുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ ആ ഒരു റെൻഡറിങ് നിങ്ങൾക്ക് നടക്കും. ഓക്കെ, ആൻഡ് പ്രസ് ഷിഫ്റ്റ് / to set the composition fit. ഓക്കെ, ഒരു ആനിമേഷൻ നിങ്ങൾക്ക് കിട്ടി. ഇനി ഞാൻ ഈ 6th സെക്കൻഡിൽ വെച്ചിട്ടാണ് ഈ ഒരു ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ N പ്രസ് ചെയ്തു. സോ ഈ ഒരു ആനിമേഷൻ മാത്രം 6 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇത് ബിഗിൻ ചെയ്യണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് B പ്രസ് ചെയ്താൽ മതി. സോ ഇവിടെ മുതൽ നിങ്ങൾക്ക് ആനിമേഷൻ സ്റ്റാർട്ടാവും. ഓക്കെ, ഓക്കെ, ഓക്കെ. സോ ഈ ഒരു ആനിമേഷൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഒരു കീ ഫ്രെയിംസ് കോപ്പി പേസ്റ്റ് ചെയ്യാതെ തന്നെ ഈ ഒരു 2-3 കീ ഫ്രെയിംസ് വെച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് ലൂപ്പിംഗ് ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ലൈനിൽ നിങ്ങൾക്ക് ആ ഒരു ലൂപ്പിംഗ് നിങ്ങൾക്ക് കിട്ടും. ഒരു ആനിമേഷൻ വീഡിയോ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. സോ ഇനിയും നിങ്ങൾക്ക് ലോഗോ ആനിമേഷൻ, ടൈറ്റിൽ ആനിമേഷൻ, സിനിമാറ്റിക് ടൈറ്റിൽ ആനിമേഷൻസ്, ടൈറ്റിൽ ക്രെഡിറ്റ്സ്, വീഡിയോ എഡിറ്റിംഗ്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് ആവശ്യമാണ്. സോ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അടുത്ത ആഴ്ച ഞാൻ ഇതിലും നല്ലൊരു ആനിമേഷനായിട്ട് വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.